ഹായ്, വെൽക്കം ടു ലേൺ വൈസ്. സോ ലേൺ വൈസിന്റെ സെക്കൻഡ് ഇയറിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളാണ് നിങ്ങൾ ഫസ്റ്റ് ഇയർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയറിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഹായ്, വെൽക്കം ടു ലേൺ വൈസ്. ലേൺ വൈസിന്റെ സെക്കൻഡ് ഇയർ ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സക്സസ്ഫുള്ളി നമ്മളൊരു ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൈഡൻസ് ഒക്കെ തന്ന് നമ്മൾ ഫസ്റ്റ് ഇയർ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഒക്കെ ആയിരുന്നു അല്ലേ, ഒരു വെക്കേഷൻ പോലെ. പഠിത്തമൊന്നും ഇല്ല, വളരെ സുഖമായിട്ട് പോവുകയാണ്. പക്ഷെ പഴയത് കണക്ക് നമ്മൾ വീണ്ടും ട്രാക്കിലാവേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ പോകുന്ന സിലബസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ സെക്കൻഡ് ഇയർ ഓറിയന്റേഷൻ കൊണ്ടിട്ട് ലേൺ വൈസ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് അറിയാലോ, സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് MSO ആണ്. പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. MSO എന്ന് പറയുന്നത് MA സോഷ്യോളജിയുടെ ഷോർട്ട് ഫോം ആയിട്ടുള്ള കോഡാണ്. ഇനി ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, 4 കോർ കോഴ്സ് പേപ്പറുകളാണ്, കമ്പൽസറി കോർ കോഴ്സ് പേപ്പേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആ 4 കോർ കോഴ്സ് പേപ്പറുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഓരോ പേപ്പറിനും 8 ക്രെഡിറ്റ് വീതം വെച്ചിട്ടാണ് കിട്ടുന്നത്. അതേ സിസ്റ്റം തന്നെയാണ് നമുക്ക് സെക്കൻഡ് ഇയർ വരുന്നത് വഴി ഇപ്പോഴും 4 പേപ്പർ തന്നെയാണ് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് 4 കോർ പേപ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. എല്ലാവരും ഒരേ പേപ്പേഴ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്മൂത്ത്ഫുൾ ആയിട്ട് നമുക്ക് ലൈവുകൾ കണ്ടക്ട് ചെയ്യാനായാലും സെക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നാലും വളരെ സ്മൂത്ത്ഫുൾ ആയിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ MA സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുള്ള MSO എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പർ ഓഫർ ചെയ്യുന്നത് ഇഗ്നോയുടെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഓഫർ ചെയ്യുന്നത്. നമ്മുടെ ഇതിനകത്തും ഓരോ പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാലും ബ്ലോക്കുകളായിട്ടും പിന്നെ അതിനെ യൂണിറ്റുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ചാപ്റ്റേഴ്സിനെ ആണെങ്കിൽ യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ് ടോപ്പിക്സിനെയാണ്. ക്രെഡിറ്റ് നിങ്ങൾക്ക് അറിയാലോ, 30 hours ഓഫ് സ്റ്റഡിയാണ് ഒരു ക്രെഡിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യേണ്ട മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 years ആണ്. മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 years ആണ്. ഇനി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ നമ്മൾ കോഴ്സസ് എടുക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ തവണ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ നമുക്ക് അറിയായിരുന്നു അതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് MSO 001 എന്നാണ്. പക്ഷെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു മാറ്റമുണ്ട് കോഴ്സ് കോഡുകൾക്ക് വരുമ്പോൾ. MSOE എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. MSOE 001 എന്നാണ്. ഇപ്പം നമുക്ക് പഠിക്കാനായിട്ടുള്ള 4 പേപ്പറിനകത്ത് വരുന്ന ഒരു പേപ്പറാണ് സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിൽ. അപ്പൊ അതിന്റെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ്സ് ആൻഡ് തിയറീസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ബ്ലോക്കും യൂണിറ്റും തമ്മിലുള്ള ഒരു ഡിവിഷൻസ് വരുന്നത്. ഇനി ക്രെഡിറ്റ് നിങ്ങൾക്ക് അറിയാന്നുള്ള ഒരു കാര്യമാണ് കോണ്ടാക്ട്സ് ഓഫ് അവേഴ്സ്. നമ്മൾ എത്ര കോണ്ടാക്ട്സ് ഓഫ് അവേഴ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഒരു പേപ്പറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, അതിനെയാണ് ക്രെഡിറ്റിന്റെ ആ ഒരു 8 ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത്. ഇനി MA സോഷ്യോളജിയുടെ ഫസ്റ്റ് ഇയറിൽ വരുന്ന സമയത്ത് ഉള്ള പേപ്പേഴ്സിന്റെ ക്രെഡിറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് ഓരോ പേപ്പറിന് 8 ക്രെഡിറ്റ് വീതം വെച്ചാകുമ്പോൾ 32 ക്രെഡിറ്റ് ആണ് 4 പേപ്പറിനും കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് സെക്കൻഡ് ഇയർ വരുന്നപ്പോഴും 32 ക്രെഡിറ്റ് ആണ് കിട്ടുന്നത്. ടോട്ടൽ നിങ്ങൾ സെക്കൻഡ് ഇയർ പാസ് ഔട്ട് ആയിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 64 ക്രെഡിറ്റ് ആണ് കിട്ടുന്നത്. ഇനി സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് 4 പേപ്പേഴ്സ് ആണ്, 4 കോഴ്സ് പേപ്പേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ അതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഓൾറെഡി നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഓപ്ഷൻസിന്റെ കാര്യത്തിൽ ഞാൻ മറ്റുള്ള പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ പോകുന്നില്ല. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 4 പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽ സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ 4 പേപ്പേഴ്സ് ഏതൊക്കെയാണ് സെക്കൻഡ് ഇയറിൽ വരുന്നതെന്നുള്ളത് നോക്കാം. സെക്കൻഡ് ഇയറിൽ വരുന്ന സമയത്ത് 4 പേപ്പേഴ്സ് വരുന്നതെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് MSOE 1 സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് MSOE 2 ഡയസ്പോറ ആൻഡ് ട്രാൻസാക്ഷണൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ്. പിന്നെ MSOE 3 എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് റിലീജിയൻ ആണ്. പിന്നെ MSOE 4 എന്ന് പറയുന്നത് അർബൻ സോഷ്യോളജി ആണ്. അപ്പൊ ഇത്രയും പേപ്പേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സോഷ്യോളജി ഓഫ് റിലീജിയൻ, 2 എന്ന് പറയുന്നത് ഡയസ്പോറ ആൻഡ് ട്രാൻസാക്ഷണൽ കമ്മ്യൂണിറ്റീസ്, 3 എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് റിലീജിയൻ, 4 എന്ന് പറയുന്നത് അർബൻ സോഷ്യോളജി. ഇനി ഓരോ പേപ്പേഴ്സിനെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് നോക്കാനായിട്ട് പോവുകയാണ്, ഏതൊക്കെ പേപ്പേഴ്സ് ആണ്, അതിന്റെ വരുന്ന കണ്ടന്റ്സുകൾ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് MSOE 1 സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പേപ്പറാണ്. 8 ക്രെഡിറ്റ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്.
അപ്പൊ ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞ എഡ്യൂക്കേഷന്റെ ഗ്രോത്ത്, അതിന്റെ ഡെവലപ്മെന്റ്, സൊസൈറ്റിയിലുള്ള വേരിയസ് സോഷ്യൽ പ്രോസസ്സിനകത്ത് എഡ്യൂക്കേഷനുള്ള ഇൻവോൾവ്മെന്റ് എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിന്റെ നമ്മൾ മൈക്രോ ലെവലിൽ നോക്കും, മാക്രോ ലെവലിൽ നോക്കും. പിന്നെ അതിന്റെ പല പെർസ്പെക്ടീവ്സ് ഉണ്ട്, പല തിങ്കേഴ്സിന്റെ ഐഡിയോളജീസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ ഒരു പേപ്പറിനകത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു പേപ്പർ പഠിക്കുന്ന സമയത്ത് നമുക്ക് മേജർ ആയിട്ട് നോക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സൊസൈറ്റി തമ്മിലുള്ള ഇന്റർഫേസ് എന്താണ് എന്നുള്ളത്. ഒരു കമ്പാരിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ നോക്കും, ഹിസ്റ്റോറിക്കൽ അപ്രോച്ചും കമ്പാരിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിലും എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ പ്രോസസ്സിൽ വരുന്നത് എന്നുള്ളത്. സോഷ്യോളജിക്കൽ പെർസ്പെക്ടീവിൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കും. അതിന്റെ സ്ട്രക്ചേഴ്സും ഫംഗ്ഷൻസും ഒക്കെ നമ്മൾ നോക്കും. സോ എഡ്യൂക്കേഷന്റെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റോൾ എന്താണ് സോഷ്യൽ ചേഞ്ചിൽ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിൽ എഡ്യൂക്കേഷൻ എങ്ങനെയൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിനെയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് നമ്മൾ അതിനെ പല രീതിയിൽ നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യും. പിന്നെ നമുക്കിപ്പോൾ അറിയാം, നമുക്ക് പല രീതിയിലുള്ള എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോംസുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, അതുപോലുള്ള പ്രൈവറ്റൈസേഷൻ പോലുള്ള LPG റിഫോംസ് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനകത്ത്. അങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഗാർഡ്സ്, അതുപോലുള്ള എഗ്രിമെന്റുകൾ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, റിലീജിയസ് ഫണ്ടമെന്റലിസം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മുടെ വേൾഡിനകത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷനിലേക്ക് സ്ട്രക്ചേഴ്സിൽ എന്തൊക്കെ ഇമ്പാക്ട്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പർ പഠിക്കുന്നത് കൂടിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഓരോ പേപ്പറിന്റെയും, അതായത് ഈ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷന്റെ ഓരോ ബ്ലോക്ക് വൈസ് നമുക്ക് നോക്കാം. ഇതിനകത്ത് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് തിയറീസ് ആൻഡ് പെർസ്പെക്ടീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതിനകത്ത് വന്ന യൂണിറ്റ് 1 എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, 2 എന്ന് പറയുന്നത് തിയറട്ടിക്കൽ അപ്രോച്ചസ്, പിന്നെ 3 എന്ന് പറയുന്നത് തിങ്കേഴ്സ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പേപ്പർ ഉണ്ട്. അതിന്റെ 1ഉം 2ഉം പാർട്ടുകളുണ്ട്. ഇനി അടുത്ത ബ്ലോക്ക് 2 എന്ന് പറയുന്നത് പെഡഗോഗി ആൻഡ് കരിക്കുലം നോളേജ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ബ്ലോക്ക് 2 വരുന്നത്. ഇതിനകത്ത് നമ്മൾ എഡ്യൂക്കേഷൻ, നോളേജ്, പവർ, എഡ്യൂക്കേഷൻ, നേഷൻ ബിൽഡിംഗ്, സ്റ്റേറ്റ് ആൻഡ് ഐഡിയോളജി, പൊളിറ്റിക്സ് ഓഫ് എഡ്യൂക്കേഷണൽ കരിക്കുലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇനി ബ്ലോക്ക് 3 വന്നിട്ട് എഡ്യൂക്കേഷൻ, സോഷ്യൽ പ്രോസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ബ്ലോക്കാണ്. ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷൻ, സോഷ്യലൈസേഷൻ, എങ്ങനെയാണ് സോഷ്യലൈസേഷനും എഡ്യൂക്കേഷനും തമ്മിലുള്ള ആ ഒരു ലിങ്ക് വരുന്നത് എന്നുള്ളത്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്, അത് എങ്ങനെയൊക്കെ ഇമ്പാക്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്ന കാര്യം നോക്കുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ, സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ബ്ലോക്ക് 4 വരുന്നുണ്ട്. അതിനകത്ത് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, എമർജിംഗ് പെർസ്പെക്ടീവ്സ് നോക്കുന്നുണ്ട്. യൂണിറ്റ് 12 എന്ന് പറയുന്ന റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ എംപവർമെന്റ് ഓഫ് ദ മാർജിനലൈസ് സെക്ഷൻസ് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 13 എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ആൻഡ് പോളിസി ഓഫ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് വരുന്നിട്ടുള്ള ബ്ലോക്ക് 5 വരുന്നതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, കമ്പാരിറ്റീവ് പെർസ്പെക്ടീവ്സ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് വെച്ചാൽ എഡ്യൂക്കേഷനും പ്ലൂറലിസം, മൾട്ടികൾച്ചറലിസം, ഇതുപോലുള്ള കോൺസെപ്റ്റ്സുകൾ നമ്മൾ നോക്കുന്നുണ്ട്. എഡ്യൂക്കേഷനും സാർക്ക് കൺട്രീസ് നമ്മൾ നോക്കുന്നുണ്ട്. ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്ത് പഠിക്കുന്നതാണ് കേട്ടോ. സാർക്ക് കൺട്രീസിനെ എടുത്തിട്ട്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്, ആ ഒരു കൺട്രീസിനെ എടുത്തിട്ട് ആ ഒരു കൺട്രീസ് തമ്മിലുള്ള കമ്പാരിസേഷൻ ആണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. പിന്നെ യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ കൺട്രീസിനെ കേസ് സ്റ്റഡി ആയിട്ട് എടുത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ എക്സ്പാൻഷൻ ഓഫ് ഗ്രോത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഗുരുകുൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ ഇന്നത്തേക്ക് കാണുന്ന ഈ ഒരു മോഡേൺ എഡ്യൂക്കേഷൻസിലോട്ട് വന്ന സമയത്ത് ബ്രിട്ടീഷ് ഇമ്പാക്ട്സ് ഒക്കെ പല ഇമ്പാക്ട്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മെക്കാളെ കമ്മീഷൻ വന്നിട്ടുണ്ട്, ചാൾസ് വുഡ് കമ്മീഷൻ വന്നിട്ടുണ്ട്, വില്യം ബെന്റിക്റ്റിന്റെയും ലോർഡ് ഡെൽഹൌസിയുടെ ഒക്കെ ടൈം പീരീഡിൽ വന്നിട്ടുള്ള കമ്മീഷൻസുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കമ്മീഷൻസും വന്നിട്ട് പല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് എഡ്യൂക്കേഷൻ സെക്ടേഴ്സിനകത്ത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇമ്പാക്ട് നമ്മുടെ സൊസൈറ്റിയിലേക്ക് എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ബൈ ഡിഫറെന്റ് ലെവൽസ് ഓഫ് സൊസൈറ്റി, നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാണ് നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് നോക്കുന്നത്. ഇനി യൂണിറ്റ് 18 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ പോളിസീസ്. എന്തൊക്കെ കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനിൽ പറയുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു 6 to 14 ഇയേഴ്സ്, 6 മുതൽ 14 വയസ്സുള്ളവർക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. RTA ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ആക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പഠിക്കും? യൂണിറ്റ് 18 പഠിക്കും. പിന്നെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ, ക്രൈസിസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് വരുമ്പോൾ അതിനകത്ത് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒരുപാട് ഡ്രോപ്പ് ഔട്ട് കേസസ് വരുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ സൊസൈറ്റിയിൽ ഇമ്പാക്ട്സും പഠിക്കുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയാണ്. വുമൻസിന്
വരുന്ന അട്രോസിറ്റീസ് അല്ലെങ്കിൽ വുമൻസിന് എഡ്യൂക്കേഷൻസ് കൊടുക്കാതിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസുകൾ പലതും നമ്മുടെ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നതാണ്. പിന്നെ ബ്ലോക്ക് 7 വന്നിട്ട് എഡ്യൂക്കേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കാണ്. ഇതിനകത്ത് എക്സ്പാൻഷൻ ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, പ്രൈവറ്റ് സെക്ടറിന്റെ റോൾ എന്താണെന്നുള്ളത് നോക്കും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഗാർഡ്സ്, ICT ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ നോക്കും. എഡ്യൂക്കേഷൻ, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആൻഡ് കൊമോഡിഫിക്കേഷൻ, അതായത് നമുക്കറിയാം ഇന്നിപ്പോ എല്ലാം ഒരു കൊമോഡിഫിക്കേഷൻ ആണല്ലേ. എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ എന്ത് എടുത്തു കഴിഞ്ഞാലും എല്ലാം ഒരു കൊമോഡിറ്റി പോലെ നമ്മൾ സെല് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എഡ്യൂക്കേഷന്റെ കൊമോഡിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ 8 വന്നിട്ട് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് എമേർജിംഗ് ഫാക്ട്സ് ആണ് അല്ലെ. നമ്മളൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഡിസ്റ്റൻസ് ലേണിംഗ്, അതിന്റെ എമേർജിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സും ഫാക്ട്സും ഒക്കെ നമ്മൾ നോക്കും. അപ്പൊ ഇതിനകത്ത് വരുന്ന യൂണിറ്റ് 24 സോഷ്യൽ ആൻഡ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്, ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഓഫ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്, എമേർജിംഗ് കൺസേൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ നോക്കുന്നതാണ്. ഇനി നമുക്ക് മൂവ് ചെയ്യാം. അടുത്ത ബ്ലോക്ക് അല്ല, അടുത്ത പേപ്പറിലോട്ട്, മീൻസ് നിങ്ങളുടെ കോഴ്സ് കോഡിൽ വരുന്ന സെക്കൻഡ് പേപ്പർ ആയിട്ടുള്ള MSOE2 ഡയസ്പോറ ആൻഡ് ട്രാൻസാക്ഷൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനകത്താണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയസ്പോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാർ നമ്മുടെ പല കൺട്രീസുകളിലും ഉണ്ട് അല്ലെ. അമേരിക്ക, അങ്ങനെയുള്ള പല കൺട്രീസുകളിലും, കാനഡ, ഇന്നിപ്പോ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്, ആ ഒരു മൂവ്മെന്റ് ഓഫ് പീപ്പിൾ അവിടെ പോയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരെയാണ് ഡയസ്പോറ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ്, അവരുടെ പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്, അവരുടെ ഐഡന്റിറ്റി ക്രൈസിസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അവരുടെ സ്റ്റേറ്റസുകൾ അങ്ങനെ എന്താണെന്നുള്ളത് നോക്കും. അങ്ങനെയൊക്കെയുള്ള നാഷണലിസം, ഇന്റർനാഷണൽ മൈഗ്രേഷൻസ്, എത്നിക് റിലേഷൻസ്, ഗ്ലോബലൈസേഷൻ ഇമ്പാക്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡയസ്പോറ ആൻഡ് ട്രാൻസാക്ഷൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ബുക്ക് 1 എന്ന് പറയും. ബുക്ക് 1നകത്ത് വരുന്നത് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ഡയസ്പോറ. ഇതിനകത്ത് വരുന്നത് കോൺസെപ്ച്വലൈസിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഡയസ്പോറ ആൻഡ് ട്രാൻസാക്ഷണൽ കമ്മ്യൂണിറ്റീസ്, അപ്രോച്ചിങ് ടു ദ സ്റ്റഡി ഓഫ് ഡയസ്പോറിക് കമ്മ്യൂണിറ്റീസ് ടു ദ വേൾഡ്. നിങ്ങൾ പത്രമൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, പ്രധാനമന്ത്രി മോഡി ഇന്ത്യയിലുള്ള ആൾക്കാരെ, അമേരിക്കയിൽ അവിടെ ഉള്ള താമസിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാനായിട്ട് പോയി അവരെ അഡ്രസ്സ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അത് തന്നെയാണ് ഈ ഡയസ്പോറ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോക്ക് 2 വന്നിട്ട് ജേർണി ഓഫ് ഇന്ത്യൻ ഡയസ്പോറയാണ് നോക്കുന്നത്. മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് ഇന്ത്യൻ ഡയസ്പോറ, ഇന്ത്യൻ എമിഗ്രേഷൻ ഡ്യൂറിംഗ് കൊളോണിയൽ ടൈം പീരീഡിൽ നടന്നിട്ടുള്ള മൂവ്മെന്റ്സുകൾ. പിന്നെ യൂണിറ്റ് 6 എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പാറ്റേൺസ് ഓഫ് മൈഗ്രേഷൻ. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് പ്രൊഫൈൽ ഓഫ് ഇന്ത്യൻ ഡയസ്പോറ, ഇന്ത്യൻസ് ഇൻ കരീബിയൻ, ഇന്ത്യൻസ് ഡയസ്പോറ ഇൻ ആഫ്രിക്ക, ഇന്ത്യൻ ഡയസ്പോറ ഇൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇന്ത്യൻ ഡയസ്പോറ ഇൻ യൂറോപ്പ്, ഇന്ത്യൻ ഡയസ്പോറ ഇൻ ന്യൂ വേൾഡ് നോർത്ത് അമേരിക്ക, ഇന്ത്യൻ ഡയസ്പോറ ഇൻ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫിജി, ഇന്ത്യൻ ഡയസ്പോറ ഇൻ വെസ്റ്റ് ഏഷ്യ. ബ്ലോക്ക് 4 വന്നിട്ട് ഇന്ത്യൻ ഡയസ്പോറ ലിങ്കേജസ് ആൻഡ് പോളിസീസ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. എമിഗ്രേഷൻ പോളിസീസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്, ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് ഡയസ്പോറ, സോഷ്യോ കൾച്ചറൽ ലിങ്കേജസ് among the Indian diaspora and home linkages, then Indian diaspora in cyberspace. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 4നകത്ത് നോക്കുന്നത്. ബ്ലോക്ക് 5 വന്നിട്ട് ഇന്ത്യൻ ഡയസ്പോറ ഇമേജസ് ആൻഡ് പെർസ്പെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ഇതിനകത്ത് ഫിലിംസ്, ഇന്ത്യൻ ഡയസ്പോറ റൈറ്റിംഗ്സ്, പോപ്പുലർ പെർസെപ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 5നകത്ത് നോക്കുന്നത്. ബ്ലോക്ക് 6 വന്നിട്ട് ഐഡന്റിറ്റീസ്, നേഷൻ സ്റ്റേറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ and diaspora, subnational identities and diaspora, globalization, nationalism and transactional communities. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് പഠിക്കുന്നത്. ഇനി നമുക്ക് വന്നിട്ട് അടുത്ത പേപ്പർ എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് റിലീജിയൻ ആണ് അല്ലെ. സംവാട്ട് നിങ്ങൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പേപ്പറുകളിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് റിലീജിയൻ എന്ന് പറഞ്ഞ ആസ്പെക്ട് എടുത്തിട്ട് അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ വേരിയസ് കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത്. അപ്പൊ ഇതെന്ന് പഠിക്കുന്നതിന്റെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലായി കഴിഞ്ഞാലും എക്കണോമിയിലായി കഴിഞ്ഞാലും അതിന്റെ വേരിയസ് ലെവൽസ് എടുത്തു കഴിഞ്ഞാലും റിലീജിയന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ ഇതിന് നമ്മൾ പഠിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ റിലീജിയസ് പ്ലൂറലിസം. വി നോ ദാറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ പല പല റിലീജിയസ് കൾട്സുകൾ ഉണ്ട്, റിലീജിയസ് റിവൈവലിസം ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സ് പേപ്പറിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോ ഇതിന്റെ നമ്മൾ ബ്ലോക്ക് നമുക്ക് നോക്കാം. ഇതിന്റെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് ആൻഡ് അപ്രോച്ചസ് ആണ്. സോഷ്യോളജിക്കൽ ആൻഡ് ആന്ത്രോപോളജിക്കൽ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഓഫ് റിലീജിയൻ നമ്മൾ നോക്കുന്നതാണ്. പിന്നെ ഹിസ്റ്റോറിക്കൽ നോക്കും, കമ്പാരിറ്റീവ് നോക്കും, സൈക്കോളജിക്കൽ അപ്രോച്ചസ് ഓഫ് റിലീജിയനും നമ്മൾ നോക്കും.
അടുത്ത ബ്ലോക്ക് 2 എന്ന് പറഞ്ഞിട്ട് ക്ലാസിക്കൽ തിയറീസ് ആണ്. പിന്നെ അതിനകത്ത് വരുന്നത് എന്ന് പറയുന്നത് മാക്സിയനോ പിന്നെ ഫങ്ഷണലിസം, വെബർ ആൻഡ് ക്വസ്റ്റനിങ് ഓഫ് മീനിങ്. അപ്പോൾ വെബറിന്റെ കോൺസെപ്റ്റ് ഓഫ് റിലീജിയൻ, മാർക്സിയൻ കോൺസെപ്റ്റ് ഓഫ് റിലീജിയൻ, ഫങ്ഷണലിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് റിലീജിയൻ, ഇങ്ങനെയുള്ള ക്ലാസിക്കൽ തിയറീസ് ഓഫ് റിലീജിയൻ നമ്മൾ നോക്കും. പിന്നെ ബ്ലോക്ക് 3 വന്നിട്ട് എത്നോഗ്രാഫിക് സ്റ്റഡീസ് ഓഫ് റിലീജിയൻ ആണ്. ഇതിനകത്ത് എം.എൻ. ശ്രീനിവാസിന്റെ കൂർഗ്സ് സ്റ്റഡി നമ്മൾ നോക്കും. പിന്നെ ഇവാൻസ് പട്രിയാക്കിന്റെ നൂർ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ടി.എം. മദനിന്റെ നോൺ റിന്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. സുധീർ ഖാക്കറിന്റെ ഷാമാൻസ്, മിസ്റ്റിക്സ് ആൻഡ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ പല ഇതിനകത്തും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്, റികളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എക്സാം കഴിഞ്ഞതോടുകൂടിയിട്ട് എല്ലാം മറന്നോ? ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇവാൻസ് പട്രിയാർക്കിന്റെയും എം.എൻ. ശ്രീനിവാസിന്റെ ഒക്കെ കാര്യങ്ങൾ കേട്ടോ. സോ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ വരുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിലീജിയസ് സ്റ്റഡിയാണ് വരുന്നത്. ഇനി ബ്ലോക്ക് 4 എന്ന് പറയുന്നത് കണ്ടംപററി തിയറീസ് ആണ്. പീറ്റർ ബർഗറിന്റെ ഫിനോമിനോളജി ഓഫ് റിലീജിയൻ, ഗട്സിന്റെ കൾച്ചറൽ അനാലിസിസ്, ലെവി സ്ട്രാറ്റസിന്റെ ടോട്ടമിസം ആൻഡ് മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്, പിന്നെ റിലീജിയസ് പ്ലൂറലിസം നമ്മൾ പഠിക്കുന്നുണ്ട്. സിഖിസം, ബുദ്ധിസം, ജൈനിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം ആൻഡ് ഹിന്ദുയിസം, ഈ പറയുന്ന റിലീജിയൻസ്, അതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള റിലീജിയസ് ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതിന്റെ ഹോളി ബുക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ബ്ലോക്ക് 6 വന്നിട്ട് റിലീജിയൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് ആണ്. സെക്യുലറൈസേഷൻ, സെക്യുലറിസം, ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഡിഫറെന്റ് ആണ്, വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിന്റെ കമ്പാരിസേഷൻ നോക്കും. പിന്നെ കമ്മ്യൂണലിസം ആൻഡ് ഫണ്ടമെന്റലിസം, നമുക്കറിയാം ഇത്രയും റിലീജിയസ് ആയിട്ട് മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള ഒരു കൺട്രി ആകുമ്പോൾ കമ്മ്യൂണലിസം പോലുള്ള എമേർജിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു പല പ്രോബ്ലംസ്, കമ്മ്യൂണൽ റയോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നോക്കും. പിന്നെ ബ്ലോക്ക് 7 വന്നിട്ട് റിലീജിയസ് റിവൈവലിസം, ന്യൂ മൂവ്മെന്റ്സ് ആൻഡ് കൾട്സ് ആണ്. അതായത് റിലീജിയസ് കൺവേർഷൻ, ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ, ഹരേ കൃഷ്ണ മൂവ്മെന്റ്, പിന്നെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് രാധാസ്വാമി സത്സാങ്, പിന്നെ സായിബാബ ശ്രുതി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. എമേർജിംഗ് ആയിട്ട് വരുന്ന നമുക്ക് അറിയാന്നുള്ളതൊക്കെ നമ്മൾ പലതും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പൊ കുറച്ചുകൂടെയൊക്കെ നമുക്ക് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്ത് എഴുതാൻ പറ്റണം ഈ ഒരു പേപ്പർ വരുമ്പോ. പിന്നെ അടുത്ത വന്നിട്ട് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു പേപ്പറാണ്, അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് പറയുന്നത്. എങ്ങനെയാണ് അർബനൈസേഷൻ വരുന്നത്, എങ്ങനെയൊക്കെയാണ് അർബൻ സെന്റേഴ്സുകൾ ഡെവലപ്പ് ആവുന്നത്, അർബൻ സെന്റേഴ്സുകൾ ഡെവലപ്പ് ആവുന്ന സമയത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ ഇന്ത്യൻ അർബൻ സൊസൈറ്റീസ് എടുത്തു കഴിഞ്ഞാൽ, അർബൻ സൊസൈറ്റീസിലാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്ലംസ്, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, പലതരത്തിലുള്ള സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റീസ്, റിച്ച് ആൻഡ് പുവർ ഡിസ്പാരിറ്റീസ്, പിന്നെ പലതരത്തിലുള്ള ഇംപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട്. അവരെ എങ്ങനെയൊക്കെ ഗവേൺ ചെയ്യുമ്പോൾ ആ വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, NGOs, അർബൻ പ്ലാനിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിക്കുന്നവരാണല്ലോ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുമ്പോൾ നമുക്കറിയാം ഡൽഹിയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അർബൻ സ്ലംസുകളെ ഗ്രീൻ കവർ കൊണ്ടിട്ട് മൂടിയിട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഒക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അർബൻ സെന്റേഴ്സുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. അതുപോലുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയാസുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞ പേപ്പറിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ കണ്ടന്റ്സുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് വന്നിട്ട് ബ്ലോക്ക് 1 എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്, എന്താണ് അർബൻ സോഷ്യോളജി, വാട്ട് ഈസ് അർബൻ സോഷ്യോളജി. ബ്ലോക്ക് 2 എന്ന് പറയുന്ന അർബൻ സെന്റേഴ്സ്, അർബനൈസേഷൻ, അർബൻ ഗ്രോത്ത്. തേർഡ് എന്ന് പറയുന്നത് സിറ്റീസ് ആൻഡ് മെട്രോപോളിറ്റീസ് ആണ്. 4 എന്ന് പറയുന്നത് റൂറൽ ആൻഡ് അർബൻ കണ്ടിന്യൂം ആണ്. ബ്ലോക്ക് 2 വന്നിട്ട് അർബൻ എക്കോളജിക്കൽ പ്രോസസ് ആൻഡ് തിയറീസ് ആണ്. ഇതിനകത്ത് 5 വന്നിട്ട് ഇൻവേഷൻ, സക്സഷൻ, കോൺസെൻട്രേഷൻ, സെൻട്രലൈസേഷൻ, സെഗ്രിഗേഷൻ ആണ്. ബ്ലോക്ക് 6 വന്നിട്ട് മോഡൽസ് ഓഫ് അർബൻ ഗ്രോത്ത് ആണ്. അതിനകത്ത് മൾട്ടിപ്പിൾ ന്യൂക്ലിയൈ, എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് സിംബോളിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മോഡൽസ് ഓഫ് അർബൻ ഗ്രോത്തിനകത്ത് നോക്കുന്നത്. സോഷ്യൽ ഏരിയ അനാലിസിസ് ആൻഡ് റീസെന്റ് അഡ്വാൻസസ് നമ്മൾ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 3 വന്നിട്ട് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ അർബൻ സെന്റേഴ്സ് നോക്കുന്നുണ്ട്, അർബൻ സ്ട്രക്ചേഴ്സ് നോക്കുന്നുണ്ട്. അതിനകത്ത് ഏൻഷ്യൻ, മിഡീവൽ ആൻഡ് കൊളോണിയൽ സിറ്റീസ് ആൻഡ് കേസ് സ്റ്റഡീസ്. നിങ്ങൾക്ക് തന്നെ നമ്മൾ ഹിസ്റ്ററീസ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഹാരപ്പൻ സിറ്റീസ്, മെസപ്പൊട്ടാമിയൻ, അങ്ങനെയുള്ള പല സിവിലൈസേഷൻസ് ഒക്കെ വന്ന സമയത്ത് അവിടെയൊക്കെ വെൽ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള അർബൻ സെന്റേഴ്സ് ആ കാലഘട്ടത്തിലേ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കേസ് സ്റ്റഡീസ് നമ്മൾ ഈ യൂണിറ്റ് 8 നോക്കും. പിന്നെ ടൈപ്പോളജീസ് ഓഫ് സിറ്റീസ് നമ്മൾ നോക്കും. ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഏൻഷ്യൻ, മോഡേൺ, പ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റീസ് നോക്കും. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിറ്റീസ്, കമേഴ്ഷ്യൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പിൽഗ്രിമേജ് ടൗൺസ്, അല്ലെ, പല രീതിയിലുള്ള
കൊമേഴ്ഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് പിൽഗ്രിമേജ് ടൗൺസ് എന്ന് പറഞ്ഞിട്ട് urban സെന്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. പിന്നെ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഓഫ് urbanization നമ്മൾ നോക്കുന്നുണ്ട്. ബ്ലോക്ക് 4 വന്നിട്ട് urban sociology in India ആണ്. ഡെവലപ്മെന്റ് ഓഫ് urban sociology നോക്കും. പിന്നെ urban sociology in India എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ 14 എന്ന് പറഞ്ഞ യൂണിറ്റിനകത്ത് വരുന്നുണ്ട്, അത് നമ്മൾ നോക്കും. പിന്നെ ബ്ലോക്ക് 5 വന്നിട്ട് urbanization ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ആണ്. അതിന്റെ ലെവൽ ട്രഡീഷണൽ നെയ്ബർഹുഡ്സ് ആൻഡ് മോഡേൺ സിറ്റീസ് നോക്കും. urban ഇൻഫ്ലുവൻസ് ഓഫ് റൂറൽ ലൈഫ് നോക്കും. ബ്ലോക്ക് 6 വന്നിട്ട് സിറ്റീസ് ആൻഡ് ഒക്കുപ്പേഷൻ കമ്പാരിറ്റേറ്റീവ് പെർസ്പെക്ടീവ്സ് കേസ് സ്റ്റഡീസ് ആണ് ഈ ഒരു ബ്ലോക്കിനകത്ത് വന്നിട്ട്. ഫോർമൽ സെക്ടർ, അർബൻ ഇൻഫോർമൽ സെക്ടർ, ചേഞ്ചിങ് ഒക്കുപ്പേഷണൽ പാറ്റേൺ ആൻഡ് ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ട് ഇമ്പാക്ട് ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, നമ്മൾ അത് നോക്കും. പിന്നെ ബ്ലോക്ക് 7 വന്നിട്ട് urban ഇഷ്യൂസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. പോവർട്ടി, സ്ലംസ്, എൻവയോൺമെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു യൂണിറ്റ് വരുന്നത്. പിന്നെ അടുത്ത ബ്ലോക്ക് 8 എന്ന് പറയുന്നത് urban ഗവർണൻസ് ആണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ദെൻ വോളണ്ടറി ഓർഗനൈസേഷൻ, urban പ്ലാനിംഗ്, മീഡിയ ആൻഡ് ഗവർണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും യൂണിറ്റുകളാണ് urban ഗവർണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലോക്കിനകത്ത് വരുന്നത്. സോ ഈ ഒരു പേപ്പേഴ്സ് 4 ഏതാണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്നതെന്ന് പറയുന്നത് ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ്. ഇതിന്റെ നമുക്ക് അറിയാലോ, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സും ഉണ്ട്, ടേം ആൻഡ് എക്സാമിനേഷൻസും ഉണ്ട്. ഇതാണ് നമ്മുടെ 2 ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫൈനൽ റിസൾട്ട് വരുന്നത് 30% നമ്മുടെ അസൈൻമെന്റിൽ നിന്നും 70% നമ്മുടെ എക്സാമിനേഷൻസ് ആണ്. ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മൾ എഴുതുന്ന എക്സാമിനേഷൻസ് ആണ്, ടേം ആൻഡ് എക്സാമിനേഷൻസ് ആണ്. അസൈൻമെന്റ് ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ എഴുതി വെക്കണം. പിന്നെ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ നമ്മൾ അസൈൻമെന്റ്സുകൾ എഴുതും. നമുക്ക് ഇവിടെ ലേൺ ബേസ് നിങ്ങൾക്ക് അസൈൻമെന്റ് ഗൈഡ് ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെയാണ് എല്ലാ ഗൈഡൻസും നമ്മുടെ ലേൺ ബേസ് നിങ്ങൾക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ രീതിയിൽ ലേൺ ബേസ് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ഏതുപോലെ അസൈൻമെന്റ് ഗൈഡ് ബുക്സുകൾ, അസൈൻമെന്റ് കറക്ഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അസൈൻമെന്റ് എഴുതേണ്ടതായിട്ടുള്ള ഗൈഡൻസുകൾ, സെപ്പറേറ്റ് അതിന്റെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ്, അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ വരുമ്പോഴും ഇതേപോലുള്ള ഗൈഡൻസുകൾ ഉണ്ടാവും. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എക്സാമിന്റെ സമയത്താകുമ്പോൾ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. പിന്നെ എല്ലാ നിങ്ങൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അസൈൻമെന്റിന്റെ കേസ് വരുമ്പോൾ അസൈൻമെന്റ് നേരത്തെ പോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് ഇപ്പോഴും വരുന്നുണ്ടാവുക. നമ്മൾ അസൈൻമെന്റ്സ് എഴുതിയിട്ട് സ്റ്റഡി സെന്ററിൽ കോർഡിനേറ്റർ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം. നേരത്തെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. എടുത്തു പറയാണ്, നേരത്തെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് ആണ് നമ്മുടെ ഒരു 30% മാർക്ക് വരുന്നത്. ഇനി ടേം ആൻഡ് എക്സാമിനേഷൻസ് ആണ്. വളരെ പേടിയൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് പോയിട്ട് ടേം ആൻഡ് എക്സാമിനേഷൻസ് എഴുതാം. വെപ്രാളൊന്നും പിടിച്ചിട്ട് എഴുതരുത്. നമുക്ക് ഒരുപാട് കേസുകൾ എനിക്ക് തന്നെ പേഴ്സണലി അറിയാം ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള, ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടെൻഷൻ വേണ്ട, വളരെ കൂളായിട്ട് പോയിട്ട് ടേം ആൻഡ് എക്സാമിനേഷൻസ് എഴുതുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈഡൻസ് ചെയ്യാനാണ് ഞങ്ങളെ പോലുള്ള മെന്റേഴ്സ് ഇവിടെ ഉള്ളത്. അപ്പോൾ ടേം ആൻഡ് എക്സാമിനേഷൻസ് വരുന്നത് എപ്പോഴായിരിക്കും? നിങ്ങൾക്ക് ഇനി അടുത്ത എക്സാമിനേഷൻ വരുന്നത് അടുത്ത ജൂണിലാണ് നമ്മൾ എക്സാമിനേഷൻ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ജൂണിൽ വരുന്ന എക്സാമിനേഷൻസ് അതിപ്പോൾ ഇപ്പോഴേ തന്നെ ക്ലാസ്സസ് കണ്ടു തുടങ്ങാം. പെൻഡിങ് ഇല്ലാത്ത ക്ലാസ്സസ് നമുക്ക് ഡെയിലി ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് കണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് റിവിഷൻ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എഴുതി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ എക്സാം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. മീൻസ് സ്മൂത്ത്ഫുൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ 35% എന്ന് പറയുന്നത് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസിൽ നിന്ന് നമ്മൾ അതിന്റെ ഒരു മിനിമം 35% മാർക്സോളം നമ്മൾ സെക്യൂർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിന്റെ ഗ്രേഡിംഗ് സ്കീം അറിയാലോ. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 10 ആണ്, എക്സലന്റ് A+ എന്ന് പറയുന്നത് 9 ആണ്, A എന്ന് പറയുന്നത് 8 ആണ്, B+ എന്ന് പറയുന്നത് 7 ആണ്, B എന്ന് പറയുന്നത് 6 ആണ്, C എന്ന് പറയുന്നത് ആവറേജ് ആണ് 5, D എന്ന് പറയുന്നത് പാസ് ആണ്, F ഫെയിൽ ആൻഡ് AB എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. സോ ബൈ ദിസ് സെക്ഷൻ എൻഡ് ചെയ്യാണ്. സോ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ഒന്ന് പറയുക അതെന്താണ് എന്നുള്ളത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ലേൺ വൈസിന്റെ ഒരു ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? നമുക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല, ബട്ട് ക്ലാസ് എല്ലാം ഇതായിട്ടുണ്ടായിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ ഗ്യാപ്പ് വന്നിട്ടാണ് അറ്റൻഡ് ചെയ്ത് ക്ലാസ് ചെയ്തത്. അപ്പൊ പറഞ്ഞ പോലെ പഠിത്തവും അതിന്റെ രീതികളും എല്ലാം ഇപ്പം ഒരു ഓർഡർ ഇല്ലാതെയായിരുന്നു ഇരുന്നത്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു റെഗുലർ ക്ലാസ്സിൽ പോകുന്ന പോലെ തന്നെ നമുക്കത് ഹെൽപ്ഫുൾ ആയി വന്നിട്ടുണ്ട്. അപ്പോ റിന്റു നമുക്കറിയാം, നമുക്ക് റിന്റു ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതണം. ഈ ഡിസംബർ വന്നിട്ട്
നമുക്ക് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഞാൻ സെപ്പറേറ്റ് ഗൈഡൻസ് തരുന്നതാണ്. സോ ഇതിന്റെ കൂടെ ഈ സെക്കൻഡ് ഇയറിന്റെ ക്ലാസ്സസും നമുക്കൊന്ന് ടൈം കിട്ടുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് കണ്ടുപോകണം കേട്ടോ. സോ ഓക്കെ തസ്നി, മാം. എക്സാം എഴുതിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ലേൺ വൈസിന്റെ ഇതൊന്ന് ഷെയർ ചെയ്യാമോ? ഫസ്റ്റ് സബ്ജക്റ്റ് ഉണ്ടല്ലോ സോഷ്യോളജിന്റെ ആ, തിയറീസ്, അത് ഞാൻ മാമിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കുറച്ച് ടഫായിരുന്നു. ഫസ്റ്റ് എക്സാം ആണ്, പിന്നെ അത് എഴുതേണ്ട ഒരു ഐഡിയ നമുക്ക് ടൈം അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഉം, ബാക്കി എഴുതിയ 3 ഓക്കെയാണ്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. okay. ഒരെണ്ണത്തില് ഇനി റിസൾട്ട് എപ്പോഴായിരിക്കും വരിക മാം? റിസൾട്ട് വാണി മാം? റിസൾട്ട് ഒക്കെ നമ്മളുടെ ഏകദേശം പബ്ലിഷ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇയർലി സെമസ്റ്റർ കോഴ്സിന്റെ ഒക്കെ പബ്ലിഷ് ആയി തുടങ്ങിയിട്ടുണ്ട്. ലിങ്ക് നമുക്ക് ജസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിൽ കയറിയാൽ തന്നെ നമുക്ക് കിട്ടും. അതല്ലാതെ നമുക്കൊരു ലിങ്ക് ഉണ്ട്, അത് മേഡം ഷെയർ ചെയ്ത് തരും കേട്ടോ. ആ ലിങ്കിൽ കയറി നമ്മൾ നോക്കിയാൽ മതി. അസൈൻമെന്റിന്റെ റിസൾട്ട് ഒക്കെ ഉടനെ വരത്തില്ല, ലേറ്റ് ആവും. പക്ഷെ ടേം എക്സാമിനേഷന്റെ റിസൾട്ട് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തൊട്ടേ വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും അതിൽ റീവാലുവേഷന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡേ പീരീഡ് ഉണ്ട്. റിസൾട്ട് വരുമ്പോൾ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടാകും ഇന്ന ദിവസത്തിനകം നമുക്ക് റീവാലുവേഷന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിൽ. അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. 750 ആണ് ഒരു പേപ്പറിന് റീവാലുവേഷന് കൊടുക്കുമ്പോൾ. അത് ആലോചിച്ചിട്ട് ഏതെങ്കിലും നമുക്ക് ഫുള്ളി കോൺഫിഡൻസ് ഉണ്ട് ഇതിലും കൂടുതൽ നമുക്ക് മാർക്ക് കിട്ടും, എക്സ്പെക്ട് ചെയ്ത് ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീവാലുവേഷനും കൊടുക്കാം. ഓക്കെ. അപ്പം തസ്നിക്ക് ഏതായിരുന്നു ഇപ്പൊ നമ്മളുടെ PYQ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ഏതാണ് കൂടുതൽ എന്താണ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയതായിരുന്നു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്? മ്യൂട്ടാ തസ്നി, തസ്നി മ്യൂട്ടാ. തസ്നി മ്യൂട്ടാ. എക്സാമിന് നമ്മള് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതായിരുന്നു മെയിൻ ആയിട്ട് നമുക്ക് ബെറ്റർ ആയി തോന്നിയത്. എന്താ വെച്ചാൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അത് ടച്ച് ചെയ്തിട്ട് തന്നെയാ വന്നിട്ടുണ്ടായിരുന്നത്. ആയിരുന്നല്ലേ? ഏതാണ് ലീവ് എടുത്ത സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണോ? അല്ലല്ല, നമുക്ക് എക്സാം അടുപ്പിച്ച് നമ്മൾ ഏകദേശം ഒരു 30 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. സെപ്പറേറ്റ് ഒരു PDF ഷെയർ ചെയ്ത് തന്നെയാണോ? അതെ മാം. ഓക്കെ ഫൈൻ. മാം ലൈവ് എടുത്ത സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു PDF ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ബാച്ചിന് നമ്മളൊരു സെപ്പറേറ്റ് PDF ലൈവ് സെക്ഷൻസ് പോകുന്നതിന്റെ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ പേപ്പറിലും, അതായത് ഫസ്റ്റ് ഇയറിൽ വരുന്ന ഇവർ 4 പേപ്പേഴ്സ് എന്ന് പറയുന്നത് MS 001 സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്, പിന്നെ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെത്തഡോളജീസ്, പിന്നെ വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് ഇന്ത്യ, ദെൻ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ്. നമുക്ക് ഇത്രയും പേപ്പേഴ്സിൽ നമ്മൾ ഈ പറയുന്ന പോലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മളൊരു അനലൈസ് ചെയ്തിട്ട് സെക്ഷൻ എടുത്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ അതിന് ഞാൻ നമ്മുടെ ലൈൻ വൈസിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ആ ഒരു ഇത് പറയാണ്. സോ അപ്പൊ ഈ ഒരു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് ഇയർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ എക്സാം പേപ്പർ എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയർ വരുന്ന സമയത്ത് നേരത്തെ തന്നെ ഇതിന്റെ റിലീസ് ചെയ്യാനായിട്ട് എന്റെ ഭാഗത്ത് നിന്ന് ആസ് എ മെന്റർ എന്ന നിലയ്ക്ക് എന്റെ ഭാഗത്ത് നിന്നും ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്നുമുള്ള ഒരു നേരത്തെ തന്നെ റിലീസ് ചെയ്യും. കാരണം നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് ഇത് ലാസ്റ്റ് മൊമെന്റിൽ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നോട് ഒരു കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ലാസ്റ്റിലായി പോയി തന്നത്, നേരത്തെ തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കാമായിരുന്നു എന്നുള്ളത്. സോ ആ ഒരു നമുക്ക് ലാസ്റ്റ് 002ന്റെ ഒക്കെ ലാസ്റ്റ്, അതായത് എക്സാമിന്റെ 2 ദിവസം മുന്നേ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. സോ അതൊരു ഫാക്കൽറ്റി ഇഷ്യൂ വന്നതുകൊണ്ടാണ്, പ്ലീസ് അപ്പോളജൈസ് ഫോർ ദാറ്റ്. സോ അത് ലാസ്റ്റ് ആണ് നമുക്കത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഇത്തവണ എന്ന് പറയുന്നത് ഓരോ ബ്ലോക്ക് കഴിയുന്ന സമയത്തും ആ ഒരു പേപ്പർ പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് റിലീസ് ആക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ലാസ്സുകൾ ഓരോ ബ്ലോക്കുകൾ കഴിയുന്ന സമയത്തും അന്നന്ന് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് തിരിച്ച് എനിക്ക് അയച്ചു തരിക. ഞാനത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. സോ നമുക്ക് വളരെ സ്മൂത്ത്ഫുൾ ആയിട്ട് പോകാം. അപ്പൊ ഈ ഒരു പേപ്പേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ സമയത്ത് വേറെ എങ്ങും ഓടണ്ട, ഈ ഒരു പേപ്പർ തന്നെ എടുത്ത് വെച്ച് പഠിച്ചാൽ മതി. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മൾ അത്രയും അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പേപ്പർ റിലീസ് ചെയ്തത്. സോ നിങ്ങൾക്ക് അത് തന്നെ പഠിക്കാവുന്നതാണ്. ഞാൻ അതിന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്സ് ഞാൻ എന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നതായിരിക്കും കേട്ടോ. സോ താങ്ക് യു. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ലേൺ വൈസിൽ മെന്റർഷിപ്പ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായില്ല, ഫസ്റ്റ് ഇയറിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് മറ്റേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ഞാൻ വർക്കിംഗ് വുമൺ ആണ്. അപ്പോ എനിക്ക് ഈ പറഞ്ഞ പോലെ ക്ലാസ്സസ് കാണാനും നോട്ട് എഴുതിയെടുക്കാനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. അപ്പൊ ആ ലാസ്റ്റ് സമയത്ത് ഒരു മാസം കൊണ്ടൊക്കെയാണ് ഒന്ന് ഓടിച്ചു നോക്കാനൊക്കെ നോക്കിയത്. അപ്പോ ഒട്ടും എനിക്ക്
പറ്റുണ്ടായിരുന്നില്ല. എനിക്ക് ഒന്നും മനസ്സിലാവണ്ടായി, വായിച്ചിട്ട് ഒന്നും കാര്യം മനസ്സിലാവണ്ടായില്ല. അവസാന നിമിഷം ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വന്നപ്പോ ആ ഒരു എനിക്ക് തോന്നുന്നു ചില പേപ്പറിന്റെ ഒക്കെ തലേ ദിവസം 2 ദിവസം മുമ്പൊക്കെയാണ് അയച്ചു കിട്ടിയത്. അപ്പൊ ആ 2 ദിവസം കൊണ്ടൊക്കെ പഠിച്ചിട്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒന്നും എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നേനെ. അതിൽ നിന്നൊരു വ്യത്യാസം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആ ഒരു പേപ്പർ കേട്ടോ. പറയാതെ താങ്ക് യു. ഇല്ല. അപ്പൊ അത് മെന്റർഷിപ്പ് പ്രോഗ്രാം ആണോ അഞ്ചു എടുത്തിട്ടുള്ളത്? ഏഹ് മെന്റർഷിപ്പ് പ്രോഗ്രാം ആണോ ഇപ്പൊ ഉള്ളത്? ഇപ്പൊ എടുത്തേണ്ട അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നില്ല. മെമ്പർഷിപ്പ് ഇല്ലാത്തൊരു ഇതായിരുന്നു എടുത്തിരുന്നത്. അപ്പൊ ആ കഴിഞ്ഞ വർഷം ആ ഓടി കണക്കായിരിക്കില്ല ഈ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ തന്നെ ഉള്ള ക്ലാസ്സുകൾ കാണുക, മെന്റേഴ്സ് കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് കാണുക. പിന്നെ അന്നുള്ള റിപ്പോർട്ടുകൾ അന്നു തന്നെ മെന്റേഴ്സിന് അയച്ചു തരാം. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം, നമ്പർ ഉണ്ടല്ലോ കയ്യിൽ, ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഇന്ന ക്ലാസ്സസ് കണ്ടിട്ടുണ്ട്, ഞാൻ ഇന്ന ക്ലാസ് ആണ് ഇന്ന് കണ്ടിട്ടുള്ളത്. നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പ്രോഗ്രാമുകളുണ്ട്, നമ്മുടെ ഗൈഡ് ബുക്സുകൾ, നമ്മുടെ അസൈൻമെന്റ് ഗൈഡ് ബുക്സുകൾ. അപ്പൊ അസൈൻമെന്റ് ഒക്കെ പുറത്തുനിന്ന് എങ്ങും പോയി റെഫർ ചെയ്യേണ്ട, നമ്മുടെ അസൈൻമെന്റ്സ് ഗൈഡ് ബുക്സുകൾ, പിന്നെ അതിന്റെ രീതിയിലുള്ള അസൈൻമെന്റ്സ് എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോമാറ്റിൽ എഴുതുക. കാരണം ആ ഒരു രീതിയിൽ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കയറത്തുള്ളൂ അസൈൻമെന്റ്. അപ്പൊ ആ രീതിയിലുള്ള ഗൈഡൻസ് ഒക്കെ ലേൺവൈസിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ റിലീസ് ആവുന്നുണ്ട്, പിന്നെ ലൈവുകൾ പോകുന്നുണ്ട്. ആ ലൈവ് സെക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. പിന്നെ EP പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. EP പ്രോഗ്രാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ്. അപ്പൊ അതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എക്സാമിനേഷൻസ് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രോഗ്രാംസുകൾ നമ്മുടെ ലേൺവൈസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ കറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വി ആർ ആക്റ്റീവ് ലേണർ. താങ്ക് യു. പിന്നെ വേറൊരു കാര്യം, ഇതുപോലെ ഞങ്ങൾക്ക് നോട്ടൊക്കെ എഴുതിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് പലവരുടെ അടുത്തും പറഞ്ഞിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്കൊന്ന് PDF ആയിട്ട് ഞങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കൊറിയർ വഴിയിട്ട് അഞ്ജുവിന് ബുക്ക് കിട്ടിയിട്ടില്ല സെക്കൻഡ് ഇയറിന്റെ. അത് നമ്മളെ ഏത് യൂണിവേഴ്സിറ്റിയുടെ ആണോ? ഫസ്റ്റ് ഇയറിൽ എങ്ങനെ അഞ്ജു പഠിച്ചിട്ടുണ്ടായിരുന്നു? അപ്പോ എനിക്ക് ഈ പറഞ്ഞ നമ്മുടെ ആപ്പ് വഴി കിട്ടുന്ന നോട്ട്സ് ആണ് കിട്ടിയിരുന്നുള്ളൂ. അപ്പൊ അത് ബ്ലോക്ക് ചെയ്ത് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പോലും അത് പറ്റില്ലല്ലോ. ഞാൻ അഞ്ജുവിനെ പേഴ്സണലി കണക്ട് ചെയ്യാം. എങ്ങനെയാണ് ഓൺലൈനിൽ നിന്നുള്ള മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. പിന്നെ ലേൺവൈസിൽ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ കണ്ടൻസുകൾ പ്രൈവസി ഇഷ്യൂസ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഉള്ളത്. ബട്ട് നമുക്ക് അതിൽ നോക്കി വായിക്കാനായിട്ട് പറ്റുന്നതാണ്. ബട്ട് മൊബൈലിൽ കുറെ നേരം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ നമ്മുടെ ലേൺവൈസ് ഇത് തന്നെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് എങ്ങനെ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം എന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ആ ഒരു വീഡിയോ റെഫർ ചെയ്തിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പൊ കണ്ടൻസുകൾ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കുന്ന ഫോമിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ കണക്ട് ചെയ്യാം, ഇപ്പൊ തന്നെ കണക്ട് ചെയ്യാം കേട്ടോ. റെഡിയാക്കി തന്നാൽ മതി. ഓക്കെ, അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഓക്കെ. ഈ ഒരു വർഷം ആ ഒരു ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല, ഡോണ്ട് വറി കേട്ടോ. നമ്മളുടെ യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ബുക്കിന്റെ എക്സാക്ട് സോഫ്റ്റ് കോപ്പിയാണ് ഈ നമ്മളുടെ SLM എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് എടുക്കാവുന്നതാണ്. അല്ലാതെ ലേൺവൈസിന്റെ കണ്ടന്റുകൾ മീൻസ് വാല്യൂ ആഡഡ് നോട്ടൊന്നും നമുക്ക് പ്രിന്റ് എടുക്കാനായിട്ട് പറ്റത്തില്ല. SLMന്റെ കാര്യങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. SLM എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ കോപ്പിയാണ്, സോഫ്റ്റ് കോപ്പിയാണ്. അത് നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ കയറിയാൽ ലിങ്ക് മാഡം നിങ്ങൾക്ക് ലിങ്ക് തരും. ആ ലിങ്കിൽ കയറിയാൽ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ സബ്ജക്ട് കോഡുകൾ ഉണ്ടല്ലോ, ഈ MSOE എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ആ കോഡുകൾ കറക്റ്റ് അടിച്ചു കൊടുത്താൽ ഗൂഗിളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു താഴെ ആ ഒരു ലിങ്ക് പോലെ വരും. അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ഫോമാറ്റ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ആ ഒരു വീഡിയോ ഫോമാറ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ വാല്യൂ ആഡഡ് നോട്ടൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. അതൊക്കെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്, നമുക്ക് കിട്ടില്ല. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ട വിധേന ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.